പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ആൾ ഇൻ വൺ ഇങ്ക് ടാങ്ക് 4 കളർ പ്രിന്ററായ എപ്സൺ L3210 എന്ന പ്രിന്ററിൽ എങ്ങനെ പ്രിന്റ് ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നേരെ വീഡിയോയിലോട്ട് പോകാം. പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ സാമ്പിൾ ഡോക്യുമെന്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു വേർഡ് ഫയലാണ്. ജസ്റ്റ് കീബോർഡുമേ ചെറുതായിട്ടൊന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ ടൈപ്പ് ചെയ്തതാണിത്. കളറുണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ഉപയോഗിക്കാം നമുക്ക്. അപ്പോൾ നോർമൽ കേസിൽ നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ Ctrl+P അല്ലെങ്കിൽ ഇവിടെ ഈ ഫയൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്രിൻറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, കണ്ടില്ലേ? അത് ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മളെ പ്രിൻ്ററിൻ്റെ പേര് കാണിക്കുന്നുണ്ടാവും. എപ്സൺ L3210 സീരീസ് കണ്ടില്ലേ? പ്രിൻ്ററിൻ്റെ പേര് സെലക്റ്റഡ് ആണ്. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ പേജസ് ഉണ്ട്, അത് സിംഗിൾ പേജ് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പ്രിൻ്റ് ആൾ പേജസ് എന്നുള്ളത് മാറ്റി കൊടുക്കാം. നോർമൽ എത്ര പേജസ് വേണമെന്നുള്ളത് ഇവിടെ ഇവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഇതേപോലെ താഴോട്ട് മുകളിലോട്ട് ആരോ മാർക്ക് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഈ പ്രിൻ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നോർമൽ കേസിൽ ഇതേപോലെ പ്രിൻറ്റ് ചെയ്ത് വരുന്നതാണ്. ഇതാണ് നോർമൽ കേസിലെ മെത്തേഡ് വരുന്നത്. ഇനി നിങ്ങൾക്ക് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ച് സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ, അതായത് ഈ മോഡൽ പ്രിൻ്ററിൽ വേണമെന്നുണ്ടെങ്കിൽ ഗ്ലോസി പേപ്പർ ഉപയോഗിക്കാം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ഈ ഫയലിൽ പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അവിടെ നിങ്ങൾക്ക് പ്രിൻ്ററിൻ്റെ പേരിൻ്റെ താഴെ നിങ്ങൾക്ക് പ്രിൻ്റർ പ്രോപ്പർട്ടീസ് എന്നുള്ളത് കാണാൻ കഴിയും, കണ്ടില്ലേ? പ്രിൻ്റർ പ്രോപ്പർട്ടീസ്, ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുന്നു. അത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇവിടെ നമുക്ക് മാറ്റാനുള്ള മെയിൻ സെറ്റിങ്സുകൾ വരുന്നത്. ഇവിടെ ഫസ്റ്റ് കാണിക്കേണ്ടത് ഡോക്യുമെൻ്റ് സൈസ്, അതായത് നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നത് സൈസ് ഏതാ, പ്രിൻ്റ് ചെയ്യുന്ന പേപ്പറിൻ്റെ സൈസ് ഏതാന്നുള്ളതാണ് ഇവിടെ. ഇതിൽ A3 കൊടുത്തിട്ടുണ്ട്, അത് കാര്യമാക്കേണ്ടത് അത് ഇതിൽ സപ്പോർട്ട് ചെയ്യില്ല, കാരണം സോഫ്റ്റ്വെയർ കോമൺ ആയിട്ട് ഒന്നിനാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് വരുന്നത്. പിന്നെ അതിൻ്റെ അടുത്തത് വരുന്നത് ഓറിയൻറ്റേഷന്, പോർട്രേറ്റ് വേണം ലാൻഡ്സ്കേപ്പ് വേണം എന്നുള്ളത്. അത് നിങ്ങൾക്ക് ഇവിടെ പ്രിവ്യൂ മാറുന്നത് കാണാൻ സാധിക്കും. പിന്നെ പേപ്പർ ടൈപ്പ്, ഇവിടെയാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇൻ കേസ് നിങ്ങൾ ഗ്ലോസി പേപ്പർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ എപ്സം പ്രീമിയം ഗ്ലോസി എന്നുള്ളത് സെലക്ട് ചെയ്യണം. അതല്ല നോർമൽ പേപ്പറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് പ്ലെയിൻ പേപ്പർ എന്നുള്ളത് സെലക്ട് ചെയ്യും വേണം. ഇതിനനുസരിച്ചാണ് പ്രിൻറ്റിങ്ങിൽ ക്വാളിറ്റി മാറ്റങ്ങൾ വരുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് ക്വാളിറ്റിയാണ്. 3 ക്വാളിറ്റിയാണുള്ളത്: ഡ്രാഫ്റ്റ്, സ്റ്റാൻഡേർഡ്, ഹൈ. നോർമൽ കേസിൽ സ്റ്റാൻഡേർഡാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ക്ലിയർ കുറച്ച് കുറഞ്ഞാലും കൂടുതൽ ഫാസ്റ്റായിട്ട് കൂടുതൽ മൈലേജിൽ ഇങ്കിന് കൂടുതൽ മൈലേജ് കിട്ടുന്ന രീതിയിൽ പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡ്രാഫ്റ്റ് മോഡ് ഉപയോഗിക്കാം. പിന്നുള്ളത് ഹൈ ആണ്. ഹൈയിൽ കുറച്ച് മൈലേജ് കിട്ടുകയുള്ളൂ, അതായത് ഇങ്കിന് കുറച്ച് കൂടുതൽ ഇങ്ക് ചിലവാകുന്നതാണ്. പക്ഷേ ക്വാളിറ്റി ഡ്രാഫ്റ്റിൻ്റെയും സ്റ്റാൻഡേർഡിനും കുറച്ചുകൂടി ബെറ്റർ ക്വാളിറ്റി കിട്ടുന്നതാണ്. നോർമൽ എല്ലാവരും സ്റ്റാൻഡേർഡാണ് ഉപയോഗിക്കുന്നത്. പിന്നെ കളറ്, അതായത് കളർ മോഡൽ വേണം. ഗ്രേ സ്കെയിൽ 3 ഓപ്ഷനാണ് ഉണ്ടാവുക: മോണോക്രോം, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഗ്രേ സ്കെയിൽ. ഇതിലേതിൽ വേണമെന്നുള്ളതാണ് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം മാറ്റി കൊടുക്കാവുന്നതാണ്. അതെല്ലാം മാറ്റേണ്ട ചേഞ്ചസുകൾ ചെയ്തതിന് ശേഷം ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ പ്രിൻ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മളെ കമ്പ്യൂട്ടറിൽ നിന്നും പ്രിൻ്ററിലേക്ക് കമാൻഡ് വന്ന് പ്രിൻറ്റ് ചെയ്ത് വരുന്നതാണ്. ഇത്രയുമാണ് ഇതിൻ്റെ കാര്യമായിട്ടുള്ള പ്രിൻറ്റിങ് സെറ്റിങ്സിൽ വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടാനുസരണം അതിൽ മാറ്റി കൊടുക്കാവുന്നതാണ്. ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.